സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുത്തേ. നോ 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 കളിക്കണ്ടേ? ഓക്കെ ഓക്കെ എന്നാ പിന്നെ ആരും വെച്ചാ കളിക്കണ്ടേന്ന് പറ. ചാറ്റ് പറ. അടി ഇന്നലെ സായിപ്പ് കളിക്കാൻ വിളിച്ചടാ. പക്ഷെ നമ്മള് കളിക്കാൻ ലൈവ് നിർത്തിയപ്പോഴേക്ക് ബ്രോ പെണ്ണ് കിട്ടുന്നില്ല ആണായിട്ട് നീ വരുവോ? ആടാ ഞാൻ വരാടാ. നിനക്ക് വേണ്ടിട്ട് എന്തിനും ഞാൻ റെഡിയാടാ മോനെ. നീ ഇല്ലേ അമീൻ, നീ എത്ര കാലായതാ നീ എന്റെ കൂടെ. നീ എന്താ ആൾക്കാരോട് പറയാ? ഞാൻ പറയാം നീ ക്ലോസറ്റ് നിന്ന് പുറത്തേക്ക് വാ. നീ ക്ലോസറ്റിൽ തന്നെ ഇരിക്കല്ല, നീ പുറത്തേക്ക് വാ. ആൾക്കാരോട് പറയാ നീ കേന്നുള്ള കാര്യം. ട്രോൾസ് നോക്കാം. വെയിറ്റ് ആക്കാൻ ആരംഭിച്ച കളിക്കാം. സായിപ്പിനെ കളിക്കാൻ പറയുന്നുണ്ട്. വേറെ ആരാ? ഈഗിൾ ആൻഡ് സായിപ്പ്. ഈഗിളിന്റെ സായിപ്പിനെ വെച്ച് കളിക്കുന്നത് അതല്ലാണ്ട് വേറെ ആരാ? ഓക്കെ അവരെ വെച്ച് കളിക്കാം. എന്തായാലും കളിക്കാം. വേറെ പറ. എടി ഇപ്പൊ പബ്ജി കളിക്കുന്ന ആൾക്കാർ കുറവാന്നല്ലേ? ഇവരെന്താ കളിക്കുന്നത്? എടാ പറ നല്ല പ്ലേസിനെ പറ. ഗബ്രിന്ന് വെച്ചാൽ എങ്ങനെ കളി? ഗബ്രി ഔട്ടായാ? എടാ ഗബ്രി ബിഗ് ബോസ് ഔട്ടായാ? അടുത്തുള്ളതാ അതുള്ളതാ ബ്രോ. എനക്ക് തോന്നില്ല. അതിലും വെറുതെ റൂമറാണ്. എനക്ക് തോന്നില്ല അത്രയും ഇതുള്ള. അനാനിയ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ ഇന്നെങ്കിലും സ്നൈപ്പർ ഷോട്ട്സ് കാണാൻ പറ്റുമോ? പറ്റും. ഓക്കെ അനന്യ മോളെ ഞാൻ പറഞ്ഞത് നീ 2 ദിവസമായിട്ട് ഈ പെണ്ണ് വന്നിട്ട് സ്നൈപ്പർ ഷോട്ട് ആണ്. ഓക്കെ ഇന്ന് ഞാൻ സ്നൈപ്പർ ഷോട്ട് കാണിച്ചിരിക്കും. ഓക്കെ അല്ല ഇനി ഓർമ്മിപ്പിക്കണമെന്നില്ല. ഇന്നത്തെ എന്റെ മെയിൻ മിഷൻ ഞാൻ അതായിട്ടാണ് ഞാൻ ചിന്തിച്ചിട്ടാ. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചത്. ഓക്കെ ഇന്ന് സ്നൈപ്പ് ആണോ? ഇന്ന് മെയിൻ ആയിട്ട് സ്നൈപ്പ് തന്നെയാണ്. നമുക്ക് ഫസീനോ കളിക്കണം. ഫസി ഇന്ന് വരുമോന്ന് എനിക്കറിയില്ല. ഇന്നലെ അങ്ങനെ ഉണ്ടായത്. എടാ ഇത് പബ്ജി ഒന്നിച്ച് കളിച്ചാണ്ടല്ലോ ഇത് ബന്ധം മുറിച്ച് പോകും കേട്ടോ. കാരണം പബ്ജി എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്. മൈൻഡ് ഫക്ക് ചെയ്യുന്ന ഗെയിമാണിത്. മനസ്സിലാവും? ഇത് ഓളം വെച്ച് ഇന്നലെ കളിച്ചിട്ട് തന്നെ ഫുള്ള് സീനായത്, ഫുള്ള് അടിയായത്. നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് ഇന്നലെ ലൈവിന് ശേഷം അടിയായി നമ്മൾ തമ്മിൽ. കാരണം ഈ ഗെയിമിന്റെ അടക്കം എനിക്ക് വേറെ തന്നെ ഒരു ഇത് വരും. എന്തോ എനിക്ക് തോക്കുന്ന ഇഷ്ടമല്ലടാ. അത് എന്താ സംഭവം അറിയോ? ഓക്കെ ഞാൻ ലൂസായിട്ട് കളിക്കാന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് അതിനെ കൊണ്ട് കഴിയില്ല. എന്താ പ്രശ്നം അറിയോ? ഞാൻ ഒരു 4-5 കൊല്ലം അങ്ങനെ തന്നെ ഇരുന്ന് കളിച്ച എൻ്റെ ഡിഫോൾട്ട് ആയടാ. ഈ തോക്കൽ എന്ന് പറഞ്ഞാൽ ചാകുന്നതിന് തുല്യം ഇങ്ങനെ റിയൽ ലൈഫിൽ ചാകുന്ന പോലെ ആയിട്ട് പ്ലേ വിത്ത് ആറാട്ടണ്ണൻ. ഇന്നലെ ആറാട്ടണ്ണൻ വെച്ചാൽ കളിക്കാം. ഇന്ന് ആറാട്ടണ്ണൻ വെച്ചാൽ കളിക്കാം. ഓക്കെ കളിക്കാം. ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ ഈ 4-5 കൊല്ലം ഇരുന്ന് ഞാൻ കളിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ അവസ്ഥ അറിയാറ്റാണ്. ഞാൻ എൻ്റെ വിചാരം എന്താ അറിയോ? ഗെയിമിൽ ചത്താ റിയൽ ലൈഫിൽ ചാകുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കാണില്ല. ഞാൻ പണ്ട് സൂയിസൈഡ് ചെയ്യാനെല്ലാം പോയി. ശരിക്കും ഗെയിമിൽ എന്തോ ഒരു വടക്ക് ചാവല് കത്തിട്ട് ഞാൻ സൂയിസൈഡിന്റെ തോട്ടെല്ലാം വന്നിട്ട് എനിക്ക് അങ്ങനത്തെ സീനാണ്. മനസ്സിലാവും? അപ്പൊ കുറെ കാലം നമ്മളൊരു കാര്യം തന്നെ ഇങ്ങനെ ചെയ്ത് കുറേ മൈൻഡിൽ അങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചപ്പോ ഇങ്ങനെ ഒരു ഇത് വന്നു ഡിഫോൾട്ടായി മൈൻഡിൽ. മനസ്സിലാവും? അപ്പൊ അതാണ് എനിക്ക് ഗെയിം പബ്ജി കളിക്കുമ്പോൾ വേറെ ഒരു ഗെയിം കളിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. കാര്യം പറയല്ല. ഈ പബ്ജി കളിക്കുമ്പോൾ മാത്രമേ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ സെറ്റായിപ്പോയി മൈൻഡ് ആ രീതിയിൽ സെറ്റായിപ്പോയി. അത് അപ്പൊ എത്ര ഇഷ്ടമുള്ള ആൾക്കാർ ഒന്നിച്ച് കളിക്കുമ്പോൾ അവരെ തെറി വിളിച്ചു ഓടാ. അല്ലെങ്കിൽ തെറി വിളിക്കുന്നതല്ല ചാവുമ്പോ എന്താ പറയാ അങ്ങനെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അവരെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്ക് തന്നെ. അതൊക്കെ അറിയാം. പക്ഷെ ആ ടൈം എനിക്കത് മനസ്സിലാവില്ല. കളിച്ചോണ്ടിരിക്കുമ്പോൾ ചാവുന്നതിൻ്റെ ദേശത്തിൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോന്നു. ഓളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഇന്നലെ ഓളെ ഞാൻ തെറി വിളിച്ചറിയാണ്ട് എൻ്റെ ബായിന്ന് കൂടാണ്. അതിന് ഞാൻ സോറി പറഞ്ഞു. പക്ഷെ സ്റ്റിൽ സീനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഫസീൻ്റെ അപ്പുറം കളിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ബന്ധം മുറിയാൻ സാധ്യതയുണ്ട്. നല്ല സീനാണ്. ബന്ധം മുറിയാൻ നല്ല സാധ്യത. 800K യൂട്യൂബ് എടാ ഞാനത് കണ്ട്. ഞാനില്ല കാര്യം പറയില്ല. യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ ചോദിച്ചത് 800K ആദ്യം തൊട്ട് മുമ്പ് യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ട് ഇത് എടാ 800K സ്ട്രീം എനിക്ക് യൂട്യൂബ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എങ്ങനെ സ്പീഡെല്ലാം ചെയ്തില്ലേ? നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 1 മില്യൺ ആയിരിക്കും. മിക്കവാറും 1 മില്യന്റെ ഒരു കിള്ളം സ്ട്രീം ചെയ്യണം. ഈ 5 ഞാൻ മുമ്പ് ചെയ്തോണ്ട് എന്തിനാടാ 400K 300K എല്ലാം ഇങ്ങനെ സ്ട്രീം ചെയ്തോണ്ടത്തിന്. പക്ഷെ ഞാനിപ്പോ പെട്ടെന്ന് നോക്കുമ്പോണ്ട് ആരോ വന്നിട്ട് എന്നോട് പറയുന്നത് ഇന്നലെ രാത്രി ആരോ പെട്ടെന്ന് വെച്ചിട്ട് 800K അടിച്ചല്ലോ യൂട്യൂബിൽ. ഞാൻ അറിഞ്ഞിട്ടടാ. ഞാൻ പെട്ടെന്ന് നോക്കില്ല. ഞാൻ അത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ 800K ആവുന്നതിന് തൊട്ട് മുന്നേ ഞാൻ സ്ട്രീം ഇടുമായിരുന്നടാ. കാര്യം അതിന് അടുത്ത ഞാൻ എന്തായാലും സ്ട്രീം ഇടാം. 1 മില്യണോ അല്ലെങ്കിൽ 900K ഒക്കെ സ്ട്രീം ഇടാം. ഓക്കെ എല്ലാണ്ടും സ്ട്രീം ഇടും. എല്ലാണ്ടും യൂട്യൂബിൽ സ്ട്രീം ഇടും. യൂട്യൂബിൽ ഇടക്കിടക്ക് സ്ട്രീം ഇടും എന്തായാലും. പിന്നെ ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട്, കിക്കിന്റെ കോൺട്രാക്ട് ഉണ്ട്. അവരെ
കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ സ്ട്രീം ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതാണ് ശരി. വാച്ച് ബി ബി പ്രോമോ എന്താ BB promo was happening. നോറ പുറത്തായോ? ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതൊന്നല്ലല്ലോ പ്രോമോ. അതാ ഏഷ്യാനെറ്റിന്റെ അല്ലോ. ഏഷ്യാനെറ്റിന്റെ ഋഷി, അൻസിബ, ഗബ്രി, ജാസ്മിൻ, ബാക്കിയുള്ളവർക്ക് ഇരിക്കാം. യോ ആരല്ല ഞങ്ങൾ നാളെ പറയാം. ഗബ്രി, ജാസ്മിൻ, അൻസിബ, ഋഷി. അൻസിബയാണ് ഔട്ടാണ്ട് ആള് അൻസിബയാണ്. ഒരു ഇതിനും ഇല്ലാത്തൊരു വേസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ അൻസിബയാണ്. ബാക്കി എല്ലാവരും വെച്ച് നോക്കുമ്പോൾ വേസ്റ്റ് സാധനം അൻസിബയാണ്. ടീം കോഡ് ഇടും. ആടെ ഇത് ടീം കോഡ് ഇടാം. ഇന്നലെ ഞാൻ ടീം കോഡ് ഇട്ടിരുന്നല്ലോ. എന്നിട്ട് ഞാൻ ക്ലാസിക് കളിച്ചില്ല. ഞങ്ങൾ TDM കളിച്ചോ. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസിക് കളിക്കാം. ടീം കോഡ് ഇട്ട് ക്ലാസിക് കളിക്കാം. നിങ്ങളിൽ ഇന്ന് ഈ ബിഗ് ബോസ് വീഡിയോ സെഡിക് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ? ജാസ്മിൻ സെലിബ്രിറ്റി ക്രഷ് ജാസ്മിനാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഭയങ്കര ക്യൂട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? ഓളിങ്ങനെ മൂക്കി എന്തുമ്പോ ഓളിങ്ങനെ തുമ്മുമ്പോ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജാസ്മിൻ ക്യൂട്ടാണ്. ജാസ്മിന്റെ കാര്യം പറയാം. ജാസ്മിൻ എന്റെ ഒരേ ഒരു ക്രഷ് ജാസ്മിനാണ്. അടി ഇതെന്ത് സംഭവം? മലയാളം സീസൺ 6 എടാ അൻസിബല്ല ഔട്ടാന്ന്. ഇതെന്താ? ഞാൻ കാണാൻ ഞാൻ വിട്ടു. ഞാൻ സ്ക്രീന് നോക്കിയിട്ടില്ല. ഇതെന്താ? എന്നേക്കുമായി വിട പറയും. ഇന്ന് ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും. ആര്? ജാസ്മിനാ? അവിടെ ജാസ്മിൻ പുറത്തു പോകുന്നുണ്ടോ? മുന്നിലുള്ള കർട്ടൻ കയറുപയോഗിച്ച് തുറക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് രാത്രി. സലിൽ ഡൊനേറ്റഡ് 45 രൂപ ത്രൂ ഗൂഗിൾ പേ. നീ ജാസ്മിന്റെ മൂക്കട്ട തിന്നോ മൈരേ? അടി ഇതോക്കടെ ജപ്പാൻ വീഡിയോ നാളെ ഞാൻ ജപ്പാൻ ഇപ്പൊ കാണാനൊക്കെ പറ്റുമെന്ന് ജപ്പാന്റെ ഇത് ആരും കത്തിച്ചു കൊടുക്കുക. ജപ്പാനായിട്ട് വണ്ടി വേണോ? അനക്ക് ജപ്പാനായിട്ട് വണ്ടി വേണോ? അനക്കോനെ അടിക്കണം. കുറെ ദിവസം എന്റെ ചാറ്റിൽ കടത്തി ജപ്പാനിൽ ഒട്ട നിക്ക്. ഓന്റെ അളപ്പ് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. സൈസുള്ള മോഡാ. ഇതില് ഞാൻ തോക്കുന്നൊക്കെ തോന്നില്ലാണ്. കാരണം ഞാൻ ഇതിൽ തോന്നില്ല. Are you serious right now? എന്തൊരു നായാണ്. ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഒരു മാച്ച് തോറ്റില്ല. എന്റെ ഫസ്റ്റ് മാച്ച്, എന്റെ പ്രാക്ടീസിന്റെ ഫസ്റ്റ് മാച്ച് ഈ നായിന്റെ മോന്. ഇവനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ മടുത്ത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഈ സൈസിലുള്ള ഫോണില് എന്റെ ഞാൻ അൺബീറ്റബിളാണ്. ഇപ്പൊ വന്ന് അടിക്കാൻ നോക്കി. ഇപ്പൊ ഞാൻ ആ സായിപ്പിന്റെ മാച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സായിപ്പ് ഞാനായിട്ടുള്ള വണ്ടി കണ്ടിട്ടില്ല. ആ കളി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണ്ട ജപ്പാൻ എന്നെ വെച്ച് ജയിക്കാൻ പറ്റുമെന്ന്. സായിപ്പ് എന്തായാലും ജപ്പാനെ തോപ്പിക്കുന്നല്ലേ. അപ്പൊ സായിപ്പിനെ എനിക്ക് അടിക്കാൻ പറ്റുമ്പോൾ ജപ്പാനൊക്കെ സീനാണ്. ഇപ്പൊ അവരോടൊന്ന് വരാൻ പറ. ജപ്പാനോട് ആരോടൊക്കെ പോയി നിങ്ങൾ ചോദിച്ചോ. എന്റെ ആ അത്രയും എക്സ്ട്രീം പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഫാസ്മീന സാക്കിർ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നീ പോയി ജാസ്മിനെ കെട്ടിക്കോ. ബ്രേക്കപ്പ്. ശരിക്കും പറഞ്ഞാൽ 2 ഘട്ടം. ഇസ്ലാമിന്റെ നിയമപ്രകാരം നമുക്ക് 4 ഘട്ടം. അങ്ങനെയാണ്. ജാസ്മിൻ ഓക്കെ ആണെങ്കിൽ പതുക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ റെഡിയാണ്. സീനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പ്രാക്ടീസ് എന്നിട്ടും സ്കോർ 12-10 ഉണ്ടായിന്. അത് വേറെ കാര്യം. മനസ്സിലായി. രണ്ടാമത്തെ കളിയാവുമ്പോ 3ാമത്തെ കളിയായിട്ട് ആവുമ്പോഴേക്ക് ഞാൻ അവനെ ഓൾമോസ്റ്റ് തോപ്പിച്ച്. മനസ്സിലാ. അത് കഴിഞ്ഞ് 2-3 മാച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവനെ ഞാൻ നല്ല പോയിന്റിനെ അടിച്ച് തോപ്പിക്കാൻ തുടങ്ങി. അതൊന്നും അപ്ലോഡ് ചെയ്യൂല. പ്രാക്ടീസ് ഫസ്റ്റ് ഈ ഫോൺ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇരുന്നപ്പാന്ന് ഇവന്റെ വെച്ച് ഞാൻ കളിച്ചത്. കൺട്രോൾ ഒന്നും സെറ്റാക്കാട്ട്. എനിക്കൊന്ന് ഫസ്റ്റ് മാച്ച് ജൈറോ വരെ സെൻസ് സെറ്റാക്കാണ്ട കളിച്ചത്. എന്നിട്ട് പോലും ഞാൻ ഇത്രയും പോയിന്റ് എടുത്തു. ഇവനെ ഇനി എന്റെ കൈമ കിട്ടും മുത്തേ. അടുത്തൊരു വണ്ണി ഇവനുമായിട്ടുള്ളത് ഞാൻ നോക്കാം. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മുത്തേ. അവനെ കിട്ടട്ട് കയ്യില് പറ്റിയ പോലെ ഞാൻ ഇവിടെ കൊണ്ടുവരൂടാ. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിട്ട് കളിപ്പിക്കൂടാ. ഇവിടെ ഇരുത്തിട്ട് ഞാൻ നിക്ക് കാണിച്ചോടാ. സഫ്വാൻ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ തൂറുമ്പോൾ തീട്ടം വരുന്നു. അപ്പൊ നമ്മളെ തൂർമ്മ പിന്നെന്താ വരല്? തൂർമ്മ തീട്ടം വരുന്നതാ.
എനക്ക് തിരിയുന്നില്ല മുട്ട ഇങ്ങനത്തെ എല്ലാ അറാമ്പറപ്പുകൾ ഇവരെല്ലാം എന്താ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലടാ കാര്യം പറയാല തൂറുമ്പോ തീട്ടം വരുന്നു ഇത് പ്രാക്ടീസ് മാച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ലടാ പ്രാക്ടീസ് മാച്ച് ഇത് ചതിയാണ് ചതി ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ടാന്നടാ ഒരു നാറിയാന്നടാ വെറും നാറി എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ടൊരു ഇത്രയും ചതിച്ച ഒരു പ്ലെയർ വേറെ ഇല്ലടാ ബാക്കിൽ നിന്ന് കുത്തിയ എന്നോട് പ്രാക്ടീസ് മാച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ട് ചതിച്ചടാ എന്നെ എല്ലാവരും ഇങ്ങനെ പറ്റിക്കുന്നടാ ഇത് എനിക്ക് ശരിയാവുന്നില്ല ഞാൻ കാര്യം പറയാല നിനക്ക് ശരി ഇനി ആരും ഞാൻ വെച്ചോക്കെ റിയൽ ലൈഫിൽ ആരും വിശ്വസിക്കണ്ട പബ്ജിയിലെങ്കിലും ആരെയും വിശ്വസിക്കാൻ വിചാരിച്ചു പബ്ജിയിലും വിശ്വസിക്കാൻ Jyoti donated 5 രൂപ through Google Pay. ജ്യോതി Bro, I love you. Yo, what's up, baby girl? What's up? ജ്യോതിക്ക് എന്തോ വേണമല്ലേ അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ച ജ്യോതി എല്ലാ ലൈവിലും വന്നിട്ട് ഐ ലവ് യു പറയുന്നുണ്ട് ജ്യോതിക്ക് എന്തോ വേണം അല്ലേ എന്താ വേണ്ടത് പറ എന്താ വേണ്ടത് ഞാൻ റെഡിയോ പറ എന്താ വേണ്ടത് മോക്ക് എന്താ വേണ്ടതെന്ന് പറ നീ ആഗ്രഹിക്കുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട് എന്താ വേണ്ടതെന്ന് നീ എൻ്റെ വായിന്നൊന്ന് പറഞ്ഞാൽ മതി ഞാൻ എടാ എന്തായിരിക്കും ജ്യോതിക്ക് എന്തായിരിക്കും വേണ്ടത് ചാറ്റ് പറ ജ്യോതിക്ക് എന്തായിരിക്കും വേണ്ടത് ട്രോൾസ് എടാ ഇത് ഓക്കെ എടാ ട്രോൾസിന്റെ സെക്ഷനിൽ വേറൊരു പുതിയ സെക്ഷനും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് ഏതായിരുന്നു ബിഗ് ബോസ് ക്ലിപ്സ് എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷൻ ആഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ആൾക്കാർ വന്ന് ഓരോന്ന് ഇടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ടോ മറ്റേ ബിഗ് ബോസിന്റെ ക്ലിപ്സ് ഉണ്ടെങ്കിൽ എടുത്തിട്ടോ ഓക്കെ കാരണം നമുക്ക് ബിഗ് ബോസ് മൊത്തം ഇരുന്ന് കാണാനുള്ള ടൈമില്ല ഇതിപ്പം ഇന്ന് തന്നെ ഇപ്പൊ പോയിട്ട് ബിഗ് ബോസ് കാണാൻ ഞാൻ ഇപ്പൊ ഇരുന്ന ഞാൻ 1.5-2 മണിക്കൂർ കാത്തിരിക്കണം ആരാ എവിക്റ്റ് ആകുന്നത് ആരാ പുറത്ത് വന്നതെന്ന് കാത്തിരിക്കാൻ വേണ്ടിട്ട് ഞാൻ 11 മണി വരെ കാത്തിരിക്കണം അതാണ് ഞാൻ ഇപ്പൊ എടുത്ത് കാണാത്തത് ഇപ്പൊ ഇങ്ങനെ കുറേ വലിപ്പിക്കലായിരിക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 11 മണി കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ആരാന്ന് എവിക്റ്റ് ആയത് അല്ലെങ്കിൽ ആരാ പുറത്തു പോയി എന്നുള്ളത് കാണിക്കുക അതിന് വേണ്ടിട്ട് നമ്മൾ ഇപ്പോഴേ പോയിട്ട് അവിടെ ഇരുന്ന് കാണണം ആദ്യം മുതൽ അത് പൂർത്തരാണ് അത് നടക്കൂല ഫെമീൻ ഡൊനേറ്റഡ് 40 രൂപ നമുക്ക് 11 മണിയാകുമ്പോ പോയിട്ട് കാണാം ജ്യോതിക്ക് നിന്റെ കുണ്ണ പോലത്തെ പല്ല് മതി തമീം എന്റെ എല്ലാം ഫോട്ടോ അടി ഇവന്റെ എല്ലാം എടാ പ്രൊഫൈൽ എടുക്കാൻ പറ്റുമെങ്കിൽ എത്ര നല്ലതെന്നു അല്ലെ ഈ GPay ഡൊണേഷൻ ചെയ്യുന്ന നായിന്റെ മക്കളെ ഇത് അല്ലേ ഇവരെ പ്രൊഫൈൽ എടുക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലടാ ഇത് ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമേ വരുവാടാ ഈ സെർവർ അങ്ങനെ ഇതാക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര നല്ലതെന്ന് കാരണം ഇവന്റെ എല്ലാം മൂടനൊക്കെ ഒന്ന് കാണണം എലി പോലത്തെ മൂടായിരിക്കും ഇവന്റെ എല്ലാം കാണണോടാ ഛേ എടാ അത് നൈസായിരിക്കും കേട്ടോ പിന്നെ ഒരുത്തനും കളിയാക്കാൻ പറ്റില്ലടാ പിന്നെ ഒരുത്തൻ ഇതെന്താ മോഡ്സ് കുറെ ബാനെല്ലാം കൊടുക്കുന്നുണ്ട് ആരും ബാനൊന്നും ചെയ്യല്ലേ ചാറ്റിൽ ആരും അമ്മുക്കുട്ടി ലേറ്റസ്റ്റ് റീൽ എന്താ അമ്മുക്കുട്ടി കുട്ടിയുടെ അതാ പിരാന്തത്തി പെണ്ണല്ല ഇതല്ലേ പെണ്ണിന്റെ പിരാന്ത തീർന്നാമോ ഏതാണ് ലേറ്റസ്റ്റ് ഇതാ ലാസ്റ്റ് വണ്ണിങ് ഫോർ തൊപ്പി ലവ് മീ ഓർ ഐ ഫൈൻഡ് ന്യൂ ലവർ ഏതാ കലിപ്പ് ഓക്ക് ദേഷ്യായിരുന്നു ഓളെ മൈൻഡ് ആക്കാത്തോണ്ട് ഓക്ക് ദേഷ്യായോടാ എന്റെ മോനെ മുട്ടി മണക്കുന്നുണ്ട് ഈടെ വരെ മണം അടിക്കുന്നുണ്ട് ഇതില് വരെ മണം ഇടാൻ തുടങ്ങി എന്താ ഇട്ടത് എന്താന്ന് പറ നോക്കണ നോക്കണം ഇയാള് ഡെയിലി 10 വീഡിയോ വെച്ച് ഇടുന്നുണ്ട് തോന്നുന്നു ഇതിൽ അനാസ്വാര ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ ദേ 2 തൊപ്പി എന്റെ ബെസ്റ്റ് ആവ് ഞാൻ കളി തരാം ഇത് നമ്മള് കണ്ടതല്ലേ ലേറ്റസ്റ്റ് വീഡിയോ എന്താ ടു ഫീൽഡ് ഔട്ട് തൊപ്പി നീ എപ്പോഴാണ് ഫീൽഡ് ഔട്ട് നിങ്ങൾക്ക് അറിയോ എന്നെ പോലീസ് പിടിച്ച് അടിച്ചില്ല കുണ്ടിയില്ല തൊപ്പി നീ എപ്പോഴാണ് ഫീൽഡ് ഔട്ട് നിങ്ങൾക്ക് അറിയോ എന്നെ പോലീസ് പിടിച്ച് അടിച്ചില്ല കുണ്ടിയില്ല അങ്ങനെ നീ ഫീൽഡ് ഔട്ടായി ഇയാള് ഇതാണ് എന്നെ വിളിച്ച് പറഞ്ഞ കേട്ടാ
ഇതെന്നെ നേരത്തെ കോൾ ചെയ്തടാ. നേരത്തെ ഞാൻ ഞാൻ വൈകുന്നേരം ഒന്നും കൂടി ഉറങ്ങി. ഞാൻ ഉറങ്ങി എണീച്ച് ഫുഡെല്ലാം കഴിച്ച് ഒരു ഉച്ചാകുമ്പോൾ ഉറങ്ങി എണീച്ച്. എന്നിട്ട് ഞാൻ പിന്നെയും കുറച്ച് സമയം ഒരു 4-5 മണിയാകുമ്പോൾ പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വരുന്നത്. ഇത് ഒരു ബന്ധമില്ലാണ്ട് ഔട്ട് ഓഫ് നോവർ ഒരു കോള്. ഞാൻ എടുത്തു നോക്കിയാ പെട്ടെന്ന് ആറാട്ടാണ്. എടാ നീ ഫീൽഡ് ഔട്ടായി, ഞാനല്ല ഫീൽഡ് ഔട്ടായത്, നീ ആ ഫീൽഡ് ഔട്ടായെന്ന് പറഞ്ഞിട്ട് കട്ടാക്കി. ഇന്നലെ ഞാൻ ലൈവിൽ പറഞ്ഞില്ലേ, അത് മൈൻഡിൽ ഇങ്ങത്തന്നെ വെച്ചിട്ട് എന്നിട്ട് പെട്ടെന്ന് വിളിക്കുന്നു. ഡൗട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്തുള്ള ആളോട്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചങ്ങായി കോൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീഡിയോകളാക്കിയിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചത് ഈ വീഡിയോ ഉണ്ട്. എന്നെ വിളിച്ചത്. ഞാൻ ഒരു ഡീസൻസി ഹോട്ടലിൽ രൂപ വയ്ക്കാറുണ്ട്. രൂപ തരുന്ന നിന്റെ മാന്യത. വേറെ 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ആറാട്ടണനെ വീഡിയോ കോൾ ഒന്നും എടുക്കൂല. ചങ്ങായിക്ക് നാണാണ്. അയാളില്ലേ, ഞാൻ കാര്യം പറയട്ടെ, അയാൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന പോലെ അല്ല, നേരിട്ടല്ല. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആള് മാറി. ഇന്നലെ കോൾ ചെയ്തിട്ട് ഇന്നലെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ കണ്ടില്ല, അത് ഭയങ്കര പാവം പോലെ സംസാരിക്കുന്നത്. ഇയാള് വീഡിയോ ഇടുമ്പോൾ എനക്ക് വന്ന് ഫുള്ള് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ആക്കിയിട്ട് ഓക്കെ സെറ്റ് നല്ല ആക്കിയിട്ട് മൈൻഡ് ഇതാക്കുക. എനക്കൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഓക്കെ ആറട്ടണ യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ മാൻ അങ്ങനെല്ലാം പറഞ്ഞിട്ട് സെറ്റ് ആക്കിയിട്ടാന്ന് തോന്നുന്നു വീഡിയോ ഇടാം. കാരണം ഇയാളെ കോൾ ചെയ്യുമ്പോഴേക്ക് ഇയാള് ഫുള്ള് ഇയാളെ കോൾ ചെയ്യുമ്പോഴേക്ക് ഇയാള് ഭയങ്കര പാവം പോലെയാണ് സംസാരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇയാളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ അല്ല. നീ പിന്നെ എൻ്റെ ഫാദർ വിളിക്കാണെങ്കിൽ എൻ്റെ ലെവൽ അത്രയേ ഉള്ളൂ. നീ പറ്റിക്കാവുന്ന എന്താ അറിയോ, ഞാൻ ഇയാളെ ഫാദറിനെ വിളിച്ചു. എനിക്ക് മറന്നു, ഞാൻ വിളിച്ചാ എനക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇയാൾ ചെയ്ത പൂർത്തരം വെച്ച് നോക്കുമ്പോ അതിലും വലുത് കിട്ടണ്ടാണ്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ വിളിച്ചാ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വാചോടിച്ചല്ലേ രൂപ ഉണ്ടാക്കുന്നു. എൻ്റെ മെച്ചുവിൻ്റെ ഫാദറിനെ വിളിക്കുകയാണെങ്കിൽ അല്ലേ, ഫാദറിനെ വിളിച്ചത് സോറി, ആറട്ടണം കാണുന്നുണ്ട്, സോറി അറിയാണ്ട് വന്നതായിരിക്കും. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഫാദറിനെ വിളിച്ചാ അവിടെ ഇല്ല എല്ലാവരും ചാറ്റിൽ നോന്നാ പറയുന്നത്. ഇല്ല ഞാൻ അങ്ങനെ വിളിക്കില്ലല്ലോ. ഇല്ല ഞാൻ അങ്ങനെ പണ്ടാണ് നോക്കിയത്. ഒരു കൊല്ലം മുന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 6 മാസം മുന്നെല്ലാണെങ്കിൽ ഓക്കെ, ഞാൻ ഇടക്കിടക്ക് തന്തക്കെല്ലാം വിളിക്കലുണ്ട്. തള്ളക്ക് ഞാൻ എന്തായാലും ആരും വിളിക്കലില്ല. പിന്നെ തന്തക്ക് പണ്ടപ്പോ വിളിക്കലുണ്ട്. ഇപ്പൊ ഞാൻ തന്തക്ക് വിളിക്കല്ല. ഇത് വെറുതെ പറയുന്നോ? വിളിച്ചാടാ നന്നായിട്ട് കിട്ടിയാണ്. ഞാൻ ഫീൽഡ് ഔട്ട് നായിന്റെ മോനെന്ന് വിളിച്ചു. ഓക്കെ നായിന്റെ മോനെന്നുള്ളത്. ഇത് തന്തക്ക് വിളിയാക്കിട്ടാന്നല്ലോ ഇവരെടുക്കുന്നത്. എടാ ഇതിന്റെ കാര്യം എന്തായാലും എന്റെ സ്ട്രീമാണെന്ന് എല്ലാവർക്കും അറിയുന്ന. നായിന്റെ മോനെന്നുള്ളത് നമ്മളൊരു സ്ലാങ് വേർഡ് പോലെ കാണുന്നു. ഇങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഓക്കെ ദേശത്തിന് ഉപയോഗിക്കും, നായിന്റെ മോനെന്ന് വിളിക്കും. പക്ഷെ അതങ്ങനെ മൈൻഡിൽ തന്തക്ക് വിളിക്കണമെന്ന് വിചാരിച്ച് വിളിക്കുന്നതല്ല. അതൊരു കണ്ണൂരിലെ സ്ലാങ് വേർഡാണ്. അതൊന്നും തന്തക്കുളിയായിട്ട് വേണം. അതൊന്നും തന്തക്കുളിയായിട്ട് കണക്കൂട്ടു. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ വണം വിടുമ്പോൾ തൂറി പോയി പുതിയ നിക്കർ വാങ്ങാൻ പൈസ തരുമോ? പിന്നെ നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? എങ്ങനെയാന്നല്ലേ ഇത്, എങ്ങനെ ഇത്രയും വൃത്തികെട്ട ആൾക്കാർ മാത്രം എന്റെ സ്ട്രീമിൽ വരുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ചെയ്ത് വെച്ചതിന്റെ ഞാൻ പണ്ട് ചെയ്തു വെച്ചതിന്റെ റിസൾട്ട് ആയിരിക്കും ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. മുമ്പ് ഞാൻ അങ്ങനത്തെ ഭയങ്കര വൃത്തികെട്ട രീതിയിലല്ല സ്ട്രീം ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിരിക്കും ഇപ്പൊ എന്റെ ചാറ്റിൽ വരുന്നതും എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യുന്നതും മൊത്തം ഇങ്ങനെ തീട്ട കേസാടാ. അത് ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തു വെച്ചതിന്റെ കർമ്മ അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത്. അതാ പണ്ട് ഫീൽഡ് ഔട്ട് ആയില്ലേ, പോലീസുകാരൻ്റെ കുണ്ടിക്കും എല്ലായിടത്തും അടിച്ചപ്പോൾ നീ അന്ന് ഫീൽഡ് ഔട്ട് ആയില്ലേ? എനിക്ക് പറ്റിയ ആളാണ് രണ്ടിന്റെ. ഒന്നാമത്തെ കാര്യം, പോലീസുകാർ എന്റെ കുണ്ടിക്ക് അടിച്ചിട്ടില്ല. ഓക്കെ, വേറെ ആടെ അടിച്ചു പറഞ്ഞാൽ കുണ്ടിക്ക് അടിച്ചിട്ടില്ല. അത് ആറാട്ടെണ്ണന്റെ പരിപാടിയാണ്. രാത്രി പാലാരും വട്ടത്ത് പോയിട്ട് കുഞ്ഞിക്കല് ആറാട്ടെണ്ണന്റെ പരിപാടി. കുണ്ടിക്ക് പലരും പല രീതിയിലും അടിക്കുന്നുണ്ടാവും. എന്നെ കുണ്ടിക്ക് അടിച്ചിട്ടില്ല. ഞാൻ നല്ല മാന് പറഞ്ഞ നല്ല ആൽഫ മെയിലായിട്ടാ ഇങ്ങനെ വന്നിട്ട് മോത്തും തലക്കൊല്ലാന്ന് ഞാൻ അടി വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ആറാട്ടെണ്ണെ പോലെ കുണ്ടിക്ക് ഞാൻ അടി വാങ്ങിയിട്ടില്ല. ഓക്കെ, ഒരേപോലെയാണ്, രണ്ടിനും ഒരേ ഐക്യമാണ്. ഡീസൻ്റ് ആൾക്കാർ രൂപ വയ്ക്കില്ല. രൂപ പറഞ്ഞു വാങ്ങിക്കാൻ ഇന്നപോലെ ഊച്ചാളികളാണ്. എന്ത് ഊച്ചാളികൾ? പെരേരാന്ന് പറഞ്ഞാൽ അത്രയും മാന്യമായിട്ട് അത്രയും നല്ലൊരു മനുഷ്യനാണ് ഞാൻ പറയുന്നത്. ഇയാൾ ഈ ആറാട്ട് കുണ്ണ സ്കിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കണ്ടുപോട്ടെ. അപ്പോൾ ഒരുത്തൻ കാശ് വെച്ചിട്ടാകുമ്പോഴേക്കും അവിടെ ഓശാണെന്ന് ചോദിച്ചല്ലോ, രൂപ ഓശി എടുക്കാന്ന് ചോദിച്ചല്ലേ. ഇയാൾ ഈ 2000 എന്ത് ഓശീന ഈ നായനമ്മ പറയുന്നത്? നീ എന്താ പറയുന്നത് മുത്തേ? ഇയാളെന്താ പറയുന്നത്?
ഫീൽഡ് ഔട്ട് ആയാലും എന്തിനാണ് എടാ വിളിക്കുന്നത്? ഓശാണെങ്കിൽ എനക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50,000 1,00,000 ആണെങ്കിൽ ഓശ ഈ 2,000 5,000 ഞാൻ ഓശന്ന് മൈ ഇവ പൊട്ടനാ ഇവ. നീ വണ്ടേ ഫീൽഡ് ഔട്ട് അല്ലേ? പോലീസുകാർ എവിടേക്ക് അടിച്ചു, 3-ാം ഓവർ ചെയ്ത് എവിടേക്ക് അടിച്ചു? നീ പിന്നെ അതിനൊന്നും മിണ്ടുന്നില്ലല്ലോ, ചക്കവളി എന്ന് പറയുന്നില്ലല്ലോ. പണ്ട് നീ പബ്ലിക്കായിട്ട് ചക്കവളി പറഞ്ഞിട്ടാണ്. വാലി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇന്ന് നീ 1v4 എടുത്താൽ 100 GPay ഇല്ലെങ്കിൽ നീ ഐ ലവ് റൊണാൾഡോ എന്ന് പറയണം. 1v4 അല്ലേ ഈസി ബ്രോ. ഇന്ന് എന്തായാലും 1v4 എടുക്കും, കാരണം ഞാൻ ട്രെയിൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇന്ന് എന്തായാലും 1v4 എന്തായാലും പ്രതീക്ഷിക്കാടുന്നു. സാമാനത്തെ അടിച്ചോ? ഒരു അഹങ്കാരവും ഇല്ലല്ലോ. നീ അന്ന് ഫീൽഡ് ഔട്ട് ആയില്ലേ? പോലീസുകാർ നിന്റെ സാമാനത്തെ അടിച്ചപ്പോ ഫീൽഡ് ഔട്ട് ആയവരെ വിളിക്കണ്ടടാ, നീ ഇതിന് വിളിക്കുന്ന രൂപ ഡീസന്റ് നിന്നെ പോലെ ഉച്ചാളി കള്ളക്കളവനില്ലേ സംഭവം എന്താ പറയാ, കള്ളക്കളവന് മനസ്സിലായി. ഇന്നലെ ഏതോ വീഡിയോ ഇയാളത് ഞാൻ സ്കിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, സ്കിപ്പ് ചെയ്യട്ടെ. എടാ ഇനി ഇയാളെ വീഡിയോ കാണണ്ടല്ലേ എനിക്ക് വന്ന് അല്ലേ സംഭവം. ഇന്നലെ ഞാൻ ഇയാളെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ആരോ പോയി പറഞ്ഞു കൊടുത്ത്. കിക്കിലൊന്നും വന്ന് കണ്ടിട്ടുണ്ടാവില്ല, അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല, കിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഇല്ല, കളവനാണ്. ഈ എന്തോ ഫേസ്ബുക്കിലായിട്ട് ആരോ പോയിട്ട് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, കിക്കിൽ കട്ട് ചെയ്ത് ഞാൻ പറയുന്നത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടിട്ടാണ് വന്നൊരാള്. രണ്ടാമത് ഇന്നും വീഡിയോ ഇട്ട് ഇന്നും ഞാൻ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എനിക്ക് നാളെ കേട്ടു ഇനി ഞാൻ റിയാക്ട് ചെയ്യില്ല. ഇയാൾക്കിത് മനസ്സിലായി. ഫാറൂഖ് ഖാൻ സൈക്കോ കള്ളന്റെ മോട്ടിവേഷൻ വീഡിയോ റിയാക്ട് ചെയ്യ. സൈക്കോ കള്ളനാരാ? സൈക്കോ കള്ളൻ അന്ന് ഇതാക്കിയ ചെക്കനല്ലത്. സൈക്കോ കള്ളൻ എടാ കിട്ടുന്നില്ല. എടാ സ്പെല്ലിംഗ് അയക്ക്. ഇത് ഇൻസ്റ്റയിൽ ആ സെയിം പേരിൽ കുറെ അക്കൗണ്ട് ഉണ്ടാവും. എടാ ഇനിയില്ലടാ ഇത് MRC തൊപ്പി ഷോർട്സിന് എന്ത് പറ്റും ആടാ മുത്ത, അത് ഞാൻ പറയാൻ മറന്നുപോയി. മുത്തേ എൻ്റെ ഫാൻ പേജില്ലേ കുറെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള കുറച്ച് ഫാൻ പേജുകളുണ്ട്. അത് പൂട്ടിപ്പോയടാ. ഏതാ തൊപ്പി ഫ്ലിക്സ്, അത് എത്രയോ 150K ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ MRC തൊപ്പി ഷോർട്സ് എന്ന് പറഞ്ഞൊരു പേജ് ഇൻസ്റ്റയിൽ, അത് 250K അങ്ങനെ ഒന്നുണ്ട്. 250K ഫോളോവേഴ്സ് ഉണ്ട്. ഇത് രണ്ടും പൂട്ടിപ്പോയടാ. എടാ കാര്യം എൻ്റെ മെയിൻ ആയിട്ടുള്ള 2 പേജിനോട് അത് എന്ത് പരിപാടിയാണെന്ന് അറിയില്ല, അത് എന്ത് അവസ്ഥയെന്ന് എനിക്ക് അറിയില്ലടാ. അത് എന്തിനാ പൂട്ടിയെന്ന് എന്തോ ഒരു റീസൺ കാണിച്ചു. എന്തായിരുന്നു പ്രിറ്റൻഡിങ് ടു ബി സമ്മൺ എൽസ് അല്ലല്ല, അതല്ല, വേറെ എന്തോ കോപ്പി റൈറ്റ് ആയിരുന്നു. എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തോ കാര്യം പറഞ്ഞാൽ അത് 2 പോയടാ. 2 പേജ് ഞാൻ ആലോചിച്ച് നോക്കിയാ. ഈ MRC തൊപ്പി ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് 250K ഫോളോവേഴ്സ് ഉള്ള അത് തിരിച്ചു വന്നാ. മോഡ്സിനോട് ചോദിക്കണം, എനിക്ക് അറിയില്ല തിരിച്ച് കിട്ടിയോന്ന് അറിയില്ലേ. ഇല്ല ഇതൊന്നും അല്ല, ഇല്ലടാ പോയി തൊപ്പി ഫ്ലിക്സ് അതാ 150K. രാഹുൽ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി വീഡിയോ സൂപ്പറാണ്, വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ പോടാ നായിന്റെ മോനാണ്. തൊപ്പി MMS ലീക്കടാ, തൊപ്പി വീഡിയോ ലീക്കടാ. എന്ത് സംഭവത്തെ, എന്താ വീഡിയോ ലീക്കഡ് എന്ന് പറയുന്നത്? എന്താ വീഡിയോ ലീക്കായ? എടാ എന്താ വീഡിയോ ലീക്കായ? ആറട്ടെണ്ണം വിളിച്ച ക്ലിപ്പാണ് അത് കാണിക്കണം. എടാ ഞാനൊരു ഇതുമില്ലാണ്ട് ഇങ്ങനെ എന്തോ റാൻഡം സമയത്തിട്ടാണ് ഇയാള് പെട്ടെന്ന് വിളിക്കുന്നത്. ഔട്ട് ഓഫ് നോവെയർ ഉണ്ട് ഇയാള് പെട്ടെന്ന് വിളിക്കുന്നത്. ഒരു ബന്ധം ഇല്ലാണ്ടിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് തൊപ്പി നീ ഫീൽഡ് ഔട്ടായി അങ്ങനെ ഔട്ട് കട്ടാക്കി. ഇത് അനക്ക് ചിരിക്കണ കാര്യമാണ്. ഇത് മനസ്സിലാകുന്നില്ല എനിക്ക്. ഇയാൾ എന്തിനാ വിളിച്ചതെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. വിളിച്ചിട്ട് അതിനോട് അവിടെ അന്ന് പോലീസ് എന്തായിരുന്നു പോലീസ് അടിച്ച് നിന്റെ കുണ്ടിക്ക് അടിച്ചപ്പോ നീ ഫീൽഡ് ഔട്ടായി അങ്ങനെ ഒട്ട് കട്ടാക്കി. ഇയാൾ സംഭവം രാത്രി മൊത്തം ഉറങ്ങാൻ കഴിയാണ്ട് ഇരുന്ന് ചിന്തിച്ചിട്ട് ഇതാണ് മൈൻഡിലുള്ളത്. എന്നിട്ട് ഇത് പറയണ്ട, ആരോട് ഇത് പറയാനും കഴിയുന്നില്ല. ഇതെങ്ങനെ പുറത്തു വിടട്ടെ വെച്ചിട്ട് ഇതാ. ഹലോ പറയൂ ആറാട്ടെണ്ണോ. എന്തോ ഒന്നുകൂടി പറ, കേട്ടില്ല. ആ
പോലീസുകാരൻ പോലീസുകാർ അനക്ക് മനസ്സിലാവുന്നില്ല. എടാ നമ്പർ ലീക്ക് മയില് അള്ളാന്റെ ബുക്ക് നമ്പർ ലീക്ക് ഇല്ല, ലീക്കൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല ഇയാള് പെട്ടെന്ന് പറഞ്ഞ മനസ്സിലായില്ല. എന്തോ ആദ്യം എന്തോ പറഞ്ഞു നിനക്ക് മനസ്സിലാകുന്നില്ല. സംഭവം എന്താ അറിയോ, പറഞ്ഞ എന്താ അറിയോ, പോലീസുകാർ നിന്നെ അടിച്ചപ്പോഴുള്ള അനുഭവം ഷെയർ ചെയ്തു ലൈവില്. ഇതെന്തിന് ഇയാള് വിചാരം ഇത് ഇങ്ങനെ പറയുമ്പോ ഞാൻ ട്രിഗർ ആവുന്ന എനിക്ക് മനസ്സിലാകുന്നു. ഇയാൾ എന്തോ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു ബന്ധമില്ലാതെ പെട്ടെന്ന് വിളിച്ച് എന്തെല്ലോ പറയുന്നത്. ആനാസ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ എന്റെ ഗേൾഫ്രണ്ട് എന്നെ തേച്ചു ഡിപ്രഷനാണ്, എന്തെങ്കിലും മോട്ടിവേഷൻ തരുമോ? എടാ നിന്റെ പേര് കാരണമാണ് നിന്റെ ആറട്ടെ. ഹലോ നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ കറക്റ്റ് സമയത്താ വിളിച്ചേ. എന്ത് നിങ്ങ കണ്ട അല്ല പോലീസുകാർ അടിക്കുന്ന നീ കണ്ട? എടാ പോടാ കട്ട. എടാ ഇയാളെന്തൊരു എടാ ഇത്ര 40-45 വയസ്സിലടാ അങ്ങായിക്ക്. പിള്ളറെ പോലെടാ, ചെറിയ പിള്ളേരിലൊക്കാളില്ലാന്ന്, ചെറിയ പിള്ളേരെ പോലെ ആക്ട് ചെയ്ത് വിളിച്ചിട്ട് ഇതേപോലെ നേരത്തെ ഉണ്ടായി. ഞാൻ ഉറങ്ങുമ്പോട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് എടാ പോലീസുകാരെ വിളിച്ച് അടിച്ചപ്പോ നീ ഫീൽഡ് ഔട്ടായി. നീ അത് ഫീൽഡ് ഔട്ട് ആയത് ഞാനല്ല, അങ്ങനെ ഓർത്ത് കട്ടാക്കിട്ട് പോയി. എടാ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യല്ല, എനിക്കൊരു പാവാ തോന്നുന്നു. കാരണം ഇത്രയും വയസ്സായിട്ട് ചങ്ങായിക്ക് അവിടെ പാവടാ. ഇതൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് കട്ടാക്കിയാണ്. അയാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ഇത് പറഞ്ഞ് കട്ടാക്കിട്ട് പോയി. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കുന്നത് ഇതെന്തോ പറയുന്നുണ്ട്, ഞാൻ മറന്നുപോയി. മനസ്സിലായില്ല, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചത്. മനസ്സിലായി തോന്നില്ലടാ. ലാഗ് പോയാ, നെറ്റ് പോയാ. അതിന്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്തോട്ടാ. ഈ ഏഷ്യാനെറ്റ് നായന മക്കളെ ഞാൻ അടിച്ചു കൊല്ലും കേട്ടോ. ഇയാള്